മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് RJD ഒഴിവ് വന്ന മന്ത്രിസ്ഥാനം KP മോഹനന് നൽകണമെന്നാണ് ആവശ്യം. തിങ്കളാഴ്ച ചേരുന്ന LDF യോഗത്തിൽ RJD ഈ കാര്യങ്ങൾ ഉന്നയിക്കുമെന്ന് RJD ജനറൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞു. തൃശ്ശൂരിൽ RJD യോഗത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, KP മോഹന് മന്ത്രിസ്ഥാനം വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഈ പാർട്ടി നേതൃത്വം ഉന്നയിച്ചിരിക്കുന്നത്. K രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് ജയിച്ച ഒരു സാഹചര്യത്തിൽ ഒഴിവ് വരുന്ന ആ ഒരു സ്ഥാനത്തേക്ക് അവർ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കി കഴിഞ്ഞത്? KP ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടെ തന്നെ ഈ മുന്നണിയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ശക്തമായി ഉന്നയിക്കാനാണ് RJDയുടെ തീരുമാനം. മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം ഈ LDF യോഗത്തിൽ വീണ്ടും ആവശ്യപ്പെടും. ആലത്തൂരിൽ K രാധാകൃഷ്ണന്റെ വിജയത്തോടെ ഒഴിവ് വന്ന മന്ത്രിസ്ഥാനം KP മോഹന് നൽകണമെന്നാണ് ആവശ്യം. രാജ്യസഭാ സീറ്റും പാർട്ടി ഉന്നയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RJDക്ക് സീറ്റുകൾ ലഭിച്ചിരുന്നില്ല. സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കാമെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞതെന്ന് RJD സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ 10-ാം തീയതി നടക്കുന്ന LDF യോഗത്തിൽ ഈ കാര്യങ്ങൾ RJD ഉന്നയിക്കും. അതേസമയം തന്നെ പുതിയ കാലഘട്ടത്തിലെ മാറ്റം LDF മനസ്സിലാക്കണമെന്നും RJD വ്യക്തമാക്കിയിട്ടുണ്ട്. LDFിലെ എല്ലാ ഘടകകക്ഷികളുമായി സീറ്റ് പങ്കുവയ്ക്കണം. തമിഴ്നാട്ടിൽ DMK സീറ്റ് നൽകിയത് കൊണ്ടാണ് ഇടതുപക്ഷത്തിന് സീറ്റ് ലഭിച്ചതെന്നും ബീഹാറിൽ RJD സീറ്റുകൾ പങ്കുവച്ചുവെന്നും എന്നാൽ കേരളത്തിൽ മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുഴുവൻ സീറ്റുകളിൽ മത്സരിക്കുകയായിരുന്നും ഈ RJD കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. മുന്നണിയിൽ തങ്ങൾക്ക് അർഹതപ്പെട്ട സ്ഥാനം ലഭിക്കുന്നില്ലെന്നാണ് RJD നേതാക്കളുടെ പരാതി. നിലവിൽ മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്തത് RJDക്ക് മാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് പാർട്ടിയുടെ ആവശ്യം മുന്നണിയിൽ ഉന്നയിക്കാനുള്ള തീരുമാനം. KP തൃശ്ശൂരിൽ നിന്നും മനോജാണ് വിവരങ്ങൾ നൽകിയത്.